എത്ര തന്നെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ കളരിയില്ല എന്ന് പറഞ്ഞാലും ഇപ്പോഴും പൂത്രേനെ കാണുമ്പോൾ ഇതെൻ്റെ മതത്തിനെതിരാന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഐഡിയോളജി ജനിച്ചുകൊണ്ട് മാത്രം ഡെയിലി കളരിയിൽ പൂത്രയിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന വിമർശനങ്ങൾ ഒരുപാട് അധികം. പൂത്രേനെ പറ്റി പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ അതെല്ലാം തെറ്റാണെന്നോ എന്നാൽ അത് മാത്രമാണ് ശരിയെന്നോ ഞാനിവിടെ പറയാനില്ല. ഞാനിതിനെ വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഈ കാണുന്ന 7 പടികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 7 ആധാരചക്രങ്ങളെ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ദ മോസ്റ്റ് കോംപ്ലക്സ് പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു സ്റ്റോണിനാണ്. ഈ സ്റ്റോണിന് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയേ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. നമ്മളിവിടെ കളരിയിൽ ഉപയോഗിക്കുന്ന ഈ സ്റ്റോൺ നമ്മൾ ലിംഗം എന്നാണ് പറയുക. ഒരു സാൻസ്ക്രിറ്റ് വേർഡാണത്. സംസ്കൃതത്തിൽ ലിംഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത് റെപ്രസെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനെ തന്നെയാണ് നമ്മൾ കളരിയിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ കളരിയിൽ പൂത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെൽഫിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഈ ഹയർ സെൽഫ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അറിവില്ലായ്മ കൊണ്ട് സംസാരിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ബുദ്ധിശൂന്യമായിട്ട് സംസാരിക്കാതിരിക്കുക.